ഗുരുവായൂരപ്പ കാരണജലത്തിലും ഇടയവംശത്തിലും അവിടുന്ന് ശുദ്ധ സത്വഗുണമൂർത്തിയായി സച്ചിദാനന്ദാത്മകമായ ബ്രഹ്മമായി ശോഭിക്കുന്നു. പവനപുരപതേ മാം രോഗാത് പാഹി എന്ന പ്രാർത്ഥനയോടെ ഗുരുവായൂരപ്പ 97-ാം ദശകം അവിടുത്തെ തൃപ്പാദാരവിന്ദങ്ങളിൽ അർപ്പിക്കട്ടെ. ഇനി 98-ാം ദശകം. യസ്മിന്നേതദ്വിഭാതം യത ഇദമഭവദ്യേന ഛേദം യ ഏതദ്യോസ്മാദുത്തീർണരൂപ ഖലു സകലമിദം ഭാസിതം യസ്യ ഭാസാ യോ വാചാം ദൂരദൂരേ പുനരപി മനസം യസ്യ ദേവാ മുനീന്ദ്രാ നോ വിദ്യുസ്തത്വരൂപം കിമു പുനരപരേ കൃഷ്ണ തസ്മൈ നമസ്തേ. യസ്മിന്നേതദ്വിഭാതം യത ഇദമഭവദ്യേന ഛേദം യ ഏതദ്യോസ്മാദുത്തീർണരൂപ ഖലു സകലമിദം ഭാസിതം യസ്യ ഭാസാ യോ വാചാം ദൂരദൂരേ പുനരപി മനസം യസ്യ ദേവാ മുനീന്ദ്രാഃ നോ വിദ്യുത്തത്വരൂപം കിമു പുനരപരേ കൃഷ്ണ തസ്മൈ നമസ്തേ. യസ്മിൻ ഏതത് വിഭാതം 98-ാം ദശകം 1-ാം ശ്ലോകത്തിൽ പറയുന്നു യസ്മിൻ ഏതത് വിഭാതം. യസ്മിൻ ഏതത് വിഭാതം യാതൊരുത്തനിൽ ഈ പ്രപഞ്ചം പ്രകാശിക്കുന്നു. യസ്മിൻ ഏതത് വിഭാതം യാതൊരുത്തനിൽ ഈ പ്രപഞ്ചം പ്രകാശിക്കുന്നു. വളരെ ഗഹനമായിട്ടുള്ള കാര്യം, അതേസമയം അതിമനോഹരമായ കാര്യം ഒക്കെയാണ് ഈ ദശകത്തിലൊക്കെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ യസ്മിൻ ഏതത് വിഭാതം യാതൊരുത്തനിൽ ഈ പ്രപഞ്ചം പ്രകാശിക്കുന്നു. യത ഇദം അഭവത് എന്ന് പറയുന്നു. യാതൊരുത്തനിൽ നിന്ന് ഈ പ്രപഞ്ചം ഉണ്ടായി എന്ന് പറയാം. യത ഇദം അഭവത്, അതായത് ഇതിന്റെ ഉൽപ്പത്തി സ്ഥാനം ഗുരുവായൂരപ്പ അങ്ങ് തന്നെ, അവസാനം ലയിക്കുന്നതും അങ്ങയിൽ തന്നെ എന്ന് പറയാം. അതാണ് യത ഇദം അഭവത്. യാതൊരുത്തനിൽ നിന്ന് ഈ പ്രപഞ്ചം ഉണ്ടായി. ഗുരുവായൂരപ്പ ഇതിന്റെ ഉൽപ്പത്തി സ്ഥാനം അങ്ങ് തന്നെ, അതുപോലെ അവസാനം ലയിക്കുന്നതും അങ്ങയിൽ തന്നെ. പിന്നെ പറയണു ഏനച്ച ഇദം. ഏനച്ച ഇദം എന്നൊക്കെ പറയുമ്പോൾ യാതൊരുവനോട് ചേർന്ന് ഇത് ലയിക്കുന്നുവോ. അദ്ദേഹം പറഞ്ഞു ഉൽപ്പത്തി സ്ഥാനം ഗുരുവായൂരപ്പ അങ്ങ് തന്നെ, അതുപോലെ പറയണു ഏന ച ഇദം എന്ന് പറയുമ്പോൾ യാതൊരുവനോട് ചേർന്ന് ഇത് ലയിക്കുന്നു. ഏന ച ഇദം എന്ന് പറയുമ്പോൾ യാതൊരുവനോട് ചേർന്ന് ഇത് ലയിക്കുന്നുവോ. അതായത് ഉൽപ്പത്തി സ്ഥാനം ഗുരുവായൂരപ്പ അങ്ങ് തന്നെ, അവസാനം ലയിക്കുന്നതും അങ്ങയിൽ തന്നെ എന്ന് പറയുന്നു. പിന്നെ ഏതത്
യാതൊരാൾ ഈ പ്രപഞ്ചം തന്നെയാകുന്നുവോ എന്നാണ്. വളരെ ദഹനമായിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ മനനം ചെയ്യുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ആഴം മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നാണ്. അതായത് ആദ്യം പറഞ്ഞു, യസ്മിൻ ഏതദ് വിഭാതം, യാതൊരുത്തനിൽ ഈ പ്രപഞ്ചം പ്രകാശിക്കുന്നു, യത ഇദം അഭവത് എന്നൊക്കെ. ഇതിൻ്റെ ഉൽപ്പത്തി സ്ഥാനം, അതായത് യാതൊന്നിൽ നിന്ന് യാതൊരുത്തനിൽ നിന്ന് ഈ പ്രപഞ്ചം ഉണ്ടായി. അതായത് പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തി സ്ഥാനം ഗുരുവായൂരപ്പ അങ്ങ് തന്നെ, അവസാനം ലയിക്കുന്നതും അങ്ങയിൽ തന്നെ. പിന്നെ ഏനച്ച ഇതം എന്ന് പറഞ്ഞു, യാതൊരുവനോട് ചേർന്ന് ഇത് ലയിക്കുന്നുവോ. പിന്നെ പറയണു ഏതത് എന്നാണ്. ഇത്രയും പറഞ്ഞിട്ട് പറയണു യാതൊരാൾ ഈ പ്രപഞ്ചം തന്നെയാകുന്നുവോ എന്നാണ്. ഗുരുവായൂരപ്പ പ്രപഞ്ചം എന്ന് പറയുന്നത് അങ്ങ് തന്നെയാണ്. പ്രപഞ്ചരൂപിയായ ഭഗവൻ ഗുരുവായൂരപ്പ എന്ന് പറയാം. അപ്പോ ഏതത്, യാതൊരാൾ ഈ പ്രപഞ്ചം തന്നെയാകുന്നുവോ. പിന്നെ പറയണു അസ്മാത് ഉത്തീർണ രൂപ. നേരെ വിപരീതം പറയണു, ഏതത്, യാതൊരാൾ ഈ പ്രപഞ്ചം തന്നെയാകുന്നുവോ. പിന്നെ പറയണു അസ്മാത് ഉത്തീർണ രൂപ, യാതൊരാൾ ഇതിൽ നിന്ന് വ്യത്യസ്തമായ രൂപത്തോടു കൂടിയിരിക്കുന്നുവോ എന്നാണ്. അപ്പോ അസ്മാത് ഉത്തീർണ രൂപ, യാതൊരാൾ ഇതിൽ നിന്ന് വ്യത്യസ്തമായ രൂപത്തോടു കൂടിയായിരിക്കുന്നുവോ. ആദ്യം പറഞ്ഞു ഏതത്, യാതൊരാൾ ഈ പ്രപഞ്ചം തന്നെയാകുന്നുവോ. പിന്നെ പറഞ്ഞു അസ്മാത് ഉത്തീർണ രൂപ, യാതൊരാൾ ഇതിൽ നിന്ന് വ്യത്യസ്തമായ രൂപത്തോടു കൂടിയിരിക്കുന്നുവോ. യസ്യ ഭാസ ഇദം സകലം ഖലു ഭാസിതം. യസ്യ ഭാസ ഇദം സകലം ഖലു ഭാസിതം എന്ന് പറയുന്നു ശ്ലോകത്തിൽ. യാതൊരുത്തന്റെ പ്രകാശം കൊണ്ട് ഈ കാണുന്ന സകലവുമാകട്ടെ പ്രകാശിക്കപ്പെടുന്നുവോ. അപ്പോ യസ്യ ഭാസ ഇദം സകലം ഖലു ഭാസിതം, യാതൊരുത്തന്റെ പ്രകാശം കൊണ്ട് ഈ കാണുന്ന സകലവുമാകട്ടെ. യസ്യ ഭാസ ഇദം സകലം ഖലു ഭാസിതം എന്നൊക്കെ പറയുമ്പോൾ യാതൊരുത്തന്റെ പ്രകാശം കൊണ്ട് ഈ കാണുന്ന സകലവുമാകട്ടെ പ്രകാശിപ്പിക്കപ്പെടുന്നുവോ. വീണ്ടും പറയണു വാചാം പുന മനസാ അപി ദൂരദൂരേ എന്നാണ്. വാചാം പുന മനസാം അപി ദൂരദൂരേ എന്ന് പറയുമ്പോൾ യാതൊരുത്തൻ വാക്കുകൾക്കും പിന്നെ മനസ്സുകൾക്കും വളരെ അകലെയായിരിക്കുന്നുവോ എന്നാണ്. ഈ ശക്തിയെ വാക്കുകളെ കൊണ്ട് വർണ്ണിച്ച് പറയാൻ സാധിക്കില്ല, മനസ്സുകൊണ്ട് എത്തിപ്പിടിക്കാൻ സാധിക്കില്ല എന്നൊക്കെയാണ് പറയണത്. വാചാം പുനഃ മനസാം അപി ദൂരദൂരേ, യാതൊരുത്തൻ വാക്കുകൾക്കും പിന്നെ മനസ്സുകൾക്കും വളരെ അകലെയായിരിക്കുന്നുവോ. യസ്യ തത്വരൂപം ദേവാഹ മുനീന്ദ്രാഹ നോ വിദ്യു. ഈ ശക്തിയുടെ മഹാത്മ്യങ്ങൾ ഇങ്ങനെ പറയാണ്. യസ്യ തത്വരൂപം ദേവാഹ മുനീന്ദ്രാഹ നോ വിദ്യു,
യാതൊരു തൻ്റെ യഥാർത്ഥ രൂപത്തെ ദേവന്മാരും മഹർഷി ശ്രേഷ്ഠന്മാരും അറിയുന്നില്ലയോ എന്നാണ്. യസ്യ തത്വരൂപം ദേവാഹ മുനീന്ദ്രാഹ നോ വിദ്യു. യസ്യ തത്വരൂപം ദേവാഹ മുനീന്ദ്രാഹ നോ വിദ്യു. യാതൊരുത്തൻ്റെ യഥാർത്ഥ രൂപത്തെ ദേവന്മാരും മഹർഷി ശ്രേഷ്ഠന്മാരും അറിയുന്നില്ലയോ. പിന്നെ പറയണു അപരേ പുനഃകിമു. പിന്നെ അല്പജ്ഞന്മാരായ നമ്മുടെയൊക്കെ കാര്യം എന്ത് പറയാൻ എന്നാണ്. ദേവന്മാർക്കും മഹർഷി ശ്രേഷ്ഠന്മാർക്കും ഒന്നും ഈ ശക്തിയുടെ യഥാർത്ഥ രൂപത്തെ അറിയാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോ അപരേ പുനഃകിമു എന്ന് പറയുമ്പോൾ ദേവന്മാർക്കും മഹർഷി ശ്രേഷ്ഠന്മാർക്കും അറിയാൻ സാധിക്കാത്ത കാര്യം പിന്നെ അല്പജ്ഞന്മാരായ മറ്റുള്ളവരുടെ കാര്യം പറയാനുണ്ടോ എന്നാണ്. അതാണ് അപരേ പുനഃകിമു. മറ്റുള്ളവർ പിന്നെ എന്ത്? അപരേ പുനഃകിമു, മറ്റുള്ളവർ പിന്നെ എന്ത്? കൃഷ്ണ തസ്മൈ തേ നമഃ. അതിൻ്റെയൊക്കെ ആ ഗാംഭീര്യം അല്ലെങ്കിൽ ആ ആഴം മനസ്സിലാക്കി ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന ഭക്തി, അതാണ്. ഗഹനമായ കാര്യമാണ്, പക്ഷേ നിറഞ്ഞ ഭക്തി. അവസാനം പറയണു കൃഷ്ണ തസ്മൈ തേ നമഃ. അപ്രകാരമുള്ള കൃഷ്ണ ഗുരുവായൂരപ്പ അങ്ങയ്ക്ക് നമസ്കാരം. ഒരു പ്രാവശ്യം കൂടിയും പറയാം. യസ്മിൻ ഏതത് വിഭാതം. യാതൊരുത്തനിൽ ഈ പ്രപഞ്ചം പ്രകാശിക്കുന്നു. യത ഇദം അഭവത്. യാതൊരുത്തനിൽ നിന്ന് ഈ പ്രപഞ്ചം ഉണ്ടായി. അതായത് ഉൽപ്പത്തിസ്ഥാനം, പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തിസ്ഥാനം ഗുരുവായൂരപ്പ അങ്ങ് തന്നെ. അവസാനം ലയിക്കുന്നതും അങ്ങയിൽ തന്നെ. പിന്നെ പറഞ്ഞു ഏനച്ച ഇതം, അതായത് യാതൊരുവനോട് ചേർന്ന് ഇത് ലയിക്കുന്നുവോ എന്നാണ്. അതായത് ഇത് തന്നെയാണ് ഉൽപ്പത്തി സ്ഥാനം അല്ലെങ്കിൽ അവസാനം ലയിക്കുന്ന സ്ഥാനം. എല്ലാം ഗുരുവായൂരപ്പ അങ്ങ് തന്നെ എന്ന് തന്നെ പറയണം. അതാണ് ഏന ച ഇതം എന്ന് പറയുമ്പോൾ യാതൊരുവനോട് ചേർന്ന് ഈ പ്രപഞ്ചം ലയിക്കുന്നുവോ. യ ഏതത്, യാതൊരുത്തൻ, യാതൊരാൾ ഈ പ്രപഞ്ചം തന്നെയാകുന്നുവോ എന്ന് പറയുന്നു. യ അസ്മാത് ഉത്തീർണരൂപ. പിന്നെ പറയണു യാതൊരാൾ ഇതിൽ നിന്ന് വ്യത്യസ്തമായ രൂപത്തോടു കൂടിയായിരിക്കുന്നുവോ. ആദ്യം പറഞ്ഞു യാതൊരാൾ ഈ പ്രപഞ്ചം തന്നെയാകുന്നുവോ. ഉടനെ പറയണു യ അസ്മാത് ഉത്തീർണരൂപ. യാതൊരാൾ ഇതിൽ നിന്ന് വ്യത്യസ്തമായ രൂപത്തോടു കൂടിയായിരിക്കുന്നുവോ. യസ്യ ഭാസ ഇദം സകലം ഖലു ഭാസിതം. യാതൊരുത്തന്റെ പ്രകാശം കൊണ്ട് ഈ കാണുന്ന സകലവുമാകട്ടെ പ്രകാശിപ്പിക്കപ്പെടുന്നുവോ. യസ്യ ഭാസ ഇദം സകലം ഖലു ഭാസിതം. യാതൊരുത്തന്റെ പ്രകാശം കൊണ്ട് ഈ കാണുന്ന സകലവുമാകട്ടെ പ്രകാശിപ്പിക്കപ്പെടുന്നുവോ. യ വാചാം പുനഃ മനസാം അപി ദൂരദൂരേ. യ വാചാം പുനഃ മനസാം അപി ദൂരദൂരേ. യ വാചാം പുനഃ മനസാം അപി ദൂരദൂരേ. യാതൊരുത്തൻ വാക്കുകൾക്കും പിന്നെ മനസ്സുകൾക്കും വളരെ വളരെ അകലെയായിരിക്കുന്നുവോ. വാക്കുകളെ കൊണ്ട് ആ മഹാശക്തിയെ വിവരിച്ചു പറയാൻ സാധ്യമല്ല. അതുപോലെ നമ്മുടെ മനസ്സുകളെ കൊണ്ട് ആ ശക്തിയെ എത്തിപ്പിടിക്കാൻ സാധ്യമല്ല എന്നൊക്കെ പറയുന്നു. അതാണ് പറഞ്ഞ യ വാചാം
പുനഃ മനസാം അപി ദൂരെ യാതൊരുത്തൻ വാക്കുകൾക്കും പിന്നെ മനസ്സുകൾക്കും വളരെ വളരെ അകലെയായിരിക്കുന്നുവോ. യസ്യ തത്വരൂപം ദേവാഹ മുനീന്ദ്രാഹ നോ വിദ്യു. യാതൊരുത്തന്റെ യഥാർത്ഥ രൂപത്തെ ദേവന്മാരും മഹർഷി ശ്രേഷ്ഠന്മാരും അറിയുന്നില്ലയോ. യസ്യ തത്വരൂപം ദേവാഹ മുനീന്ദ്രാഹ നോ വിദ്യു. യാതൊരുത്തന്റെ യഥാർത്ഥ രൂപത്തെ ദേവന്മാരും മഹർഷി ശ്രേഷ്ഠന്മാരും അറിയുന്നില്ലയോ. അപരേ പുനഃകിമു. പിന്നെ ഈ അല്പജ്ഞന്മാരുടെ കാര്യം പറയാനുണ്ടോ? ദേവന്മാർക്കും മഹർഷിമാർക്കും ഒന്നും അറിയാൻ പറ്റുന്നില്ല. അപ്പൊ പിന്നെ നമ്മളെ പോലെയുള്ള അല്പജ്ഞന്മാരുടെ കാര്യം പറയാനുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അതാണ് അപരേ പുനഃകിമു. മറ്റുള്ളവർ പിന്നെന്ത് എന്നാണ്. കൃഷ്ണ തസ്മൈ തേ നമ. അപ്രകാരമുള്ള കൃഷ്ണ ഗുരുവായൂരപ്പ അങ്ങയ്ക്ക് നമസ്കാരം. കൃഷ്ണ തസ്മൈ തേ നമ. ഗുരുവായൂരപ്പ കൃഷ്ണ അപ്രകാരമുള്ള അങ്ങയ്ക്ക് നമസ്കാരം.